കേന്ദ്രമായി കാണുക. ഒരു പ്രധാന സാങ്കേതിക സാമ്പത്തിക ശക്തിയായി ഉയർന്നുവരുന്ന ഇന്ത്യയുമായി ഇടപഴകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചിരിക്കുകയാണ് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ. വ്യാപാരം, കണക്ടിവിറ്റി, ഊർജം, സാമ്പത്തിക പരിവർത്തനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് വികസനാധിഷ്ഠിത സമീപനം വേണമെന്നും അദ്ദേഹം ആരാധിക്കുകയും ചെയ്തു. ഇന്ത്യയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശന വേളയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യയുടെ അപാരമായ സാമ്പത്തിക വളർച്ചയും ആഗോളതലത്തിൽ മികച്ച നിലയും ഖനാൽ എടുത്തു പറഞ്ഞു. സഹകരണത്തിനും പങ്കിട്ട അഭിവൃദ്ധിക്കും നേപ്പാൾ ചരിത്രപരമായ അവസരങ്ങൾ കാണുന്നുവെന്നും വ്യക്തമാക്കി. അതിർത്തിക്കപ്പുറം നോക്കുമ്പോൾ ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തി കേന്ദ്രമായി നമ്മൾ കാണുന്നു. നമ്മൾ ഉയർന്നു വരുന്ന ഇന്ത്യയെ കാണുന്നു. ആഗോളതലത്തിൽ ചലനാത്മകവും വേഗത്തിൽ വളരുന്നതുമായ സാങ്കേതിക സാമ്പത്തിക ശക്തി കേന്ദ്രമായി സ്വയം അടിസ്ഥാനപരമായും മനോഹരമായും പുനർനിർവചിച്ച ഒരു ഇന്ത്യയുടെ ആഗോള ഉയർച്ചയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. തീവ്രമായ അഭിലാഷങ്ങളും നൂതന സാങ്കേതിക വിദ്യയും നിരന്തരമായ നിർവഹണവുമുള്ള ഈ ഇന്ത്യയുമായി ഞങ്ങൾ ഇടപഴകാൻ ആഗ്രഹിക്കുന്നു. തികച്ചും അഭിലാഷമുള്ള നേപ്പാളിന്റെ ഊർജം ഞങ്ങൾ കൊണ്ടുവരുന്നു. നേപ്പാളിന്റെ പുതിയ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയുമായുള്ള ബന്ധത്തെ പഴയ ഭൗമരാഷ്ട്രീയ വൈരാഗ്യങ്ങളുടെ കണ്ണിലൂടെ വീക്ഷിക്കുന്നതിൽ നിന്ന് ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടിന് ഊന്നൽ നൽകിയ ഖനാൽ പറഞ്ഞു. 20ാം നൂറ്റാണ്ടിലെ ഭൗമരാഷ്ട്രീയത്തിന്റെ വികലവും ഹൈപ്പർ സെൻസിറ്റീവുമായ ലെൻസിലൂടെ ഇന്ത്യയെ നോക്കാൻ ഞങ്ങൾ വിസമ്മതിക്കുന്നു. പകരം രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേപ്പാൾ ഇന്ത്യ ബന്ധങ്ങളുടെ മുഴുവൻ പദാവലിയും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ നിന്നും മാറ്റി വികസനത്തിലും നയതന്ത്രത്തിലും ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. തുറന്ന ഹൃദയത്തോടെയും വ്യക്തമായ കണ്ണുകളോടെയും സുതാര്യമായ ഒരൊറ്റ അജണ്ടയോടെയും ഞങ്ങൾ ഇന്ത്യയെ നോക്കുന്നു. നേപ്പാളിന്റെ സാമ്പത്തിക പരിവർത്തനം ഇന്ത്യ വേഗത്തിൽ നടപ്പിലാക്കുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിബദ്ധതകൾ പൗരന്മാർക്ക് പ്രകടമായ നേട്ടങ്ങളായി മാറ്റുക എന്നതാണ് തന്റെ സർക്കാരിന്റെ മുൻഗണന. കടലാസിൽ നൽകിയ പഴയ വാഗ്ദാനങ്ങൾക്കും ഭൂമിയിൽ നൽകുന്ന ഭൗതിക യാഥാർത്ഥ്യത്തിനുമിടയിലുള്ള വിടവ് എത്തുക എന്നതാണ് ഞങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തം. അമൂർത്തമായ രാഷ്ട്രീയ പ്രസ്താവനകളിൽ നിന്നും മാറി അളക്കാവുന്നതും ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായ ഫലങ്ങൾ നൽകുക എന്നതാണ് അദ്ദേഹം പറഞ്ഞു. നേപ്പാളിനെ മാറിക്കൊണ്ടിരിക്കുന്ന പുരോഗമനപരമായ ഒരു രാഷ്ട്രീയ ഭൂപ്രകൃതിയെ പ്രതിനിധീകരിക്കുന്നതിനായി ഖനാൽ സ്വയം വിശേഷിപ്പിച്ചു. നേപ്പാളിലെ തികച്ചും പുതിയൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത സദ്ഭരണം, കർശനമായ മെറിറ്റോക്രസി, നേരിട്ടുള്ള ഉത്തരവാദിത്വം എന്നിവയിൽ കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ പൗരന്മാരുടെ അസാധാരണവും ചരിത്രപരവുമായ ഒരു ജനവിധിയാണ് നമ്മുടെ ഉയർച്ചയെ നയിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള ഉന്നതതല ഇടപെടലിനെ കുറിച്ച് പരാമർശിച്ച് ഖനാൽ ഉഭയകക്ഷി സഹകരണത്തിന് കേന്ദ്രമായുള്ള വിശാലമായ മേഖലകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നതായി പറഞ്ഞു. ശക്തമായ നയതന്ത്ര അടിത്തറകളിൽ കെട്ടിപ്പടുക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള തുറന്ന അതിർത്തി പരസ്പര വളർച്ചയ്ക്കും കണക്ടിവിറ്റിക്കും സഹായകമാകുമെന്ന് ഉറപ്പാക്കാൻ ഇരുപക്ഷവും പ്രതിജ്ഞാബദ്ധരാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാൽ നമ്മുടെ പങ്കിട്ട അതിർത്തികൾ നിരാശാജനകമായ തടസ്സങ്ങളായിട്ടല്ല, മറിച്ച് വളരെ കാര്യക്ഷമമായ പാലങ്ങളായി പ്രവർത്തിക്കുന്നു. അതിശക്തമായ ദേശീയതയെ ഉയർത്തിക്കാട്ടുന്നതിന് പകരം വെല്ലുവിളികൾ നല്ല വിശ്വാസത്തോടെ പരിഹരിക്കുന്നതിന് ശാന്തവും ഡേറ്റ അധിഷ്ഠിതവും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ളതുമായ ചർച്ചയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ നേതൃത്വത്തിൽ ഉണ്ടായ പ്രധാന പുരോഗതി എടുത്തു കാണിച്ചുകൊണ്ട് രണ്ട് അയൽക്കാർക്കുമിടയിലുള്ള സാമ്പത്തിക സംയോജനത്തെ ഖനാൽ ചൂണ്ടിക്കാട്ടി. നേപ്പാൾ ക്ലിയറിംഗ് ഹൗസ് ലിമിറ്റഡും നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള ധാരണാപത്രപ്രകാരം അതിർത്തി കടന്നുള്ള പേയ്മെന്റ് ഇടപാടുകൾ നടത്തുന്നതിനെ ഞങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഈ നിർണായക സംരംഭം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തടസ്സമില്ലാത്ത ഡിജിറ്റൽ ഇടപാടുകൾ സാധ്യമാക്കുമെന്നും പറഞ്ഞു. ഇത് ഞങ്ങളുടെ ഫീൽഡ് ടെസ്റ്റ് സംവിധാനങ്ങളെ സുഗമമായി ബന്ധിപ്പിക്കുകയും ഇരുവശത്തുമുള്ള സംരംഭകർ, വിനോദസഞ്ചാരികൾ, പൗരന്മാർ എന്നിവരെ നേരിട്ട് പിന്തുണയ്ക്കുന്ന UPI ശൈലിയിലുള്ള ക്രോസ് ബോർഡർ പേയ്മെന്റുകൾ പ്രാപ്തമാക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ഉദാരമായ വികസന പങ്കാളിയുടെ പങ്ക് കൂടുതൽ പ്രകടമാക്കിക്കൊണ്ട് ഇന്ത്യൻ സഹായത്തോടെ പൂർത്തിയാക്കിയ പുനർനിർമ്മാണ പദ്ധതികൾ നേപ്പാൾ വിദേശകാര്യമന്ത്രി ഔപചാരികമായി കൈമാറുന്നതായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വികസന സഹായത്തോടെ മനോഹരമായി നിർമ്മിച്ച നേപ്പാളിലെ കൃത്രിമ പുനർനിർമ്മാണ പദ്ധതികളായ 72 ആരോഗ്യ മേഖലയിലെയും 12 സാംസ്കാരിക മേഖലയിലെയും തസ്തികകൾ ഔപചാരികമായി കൈമാറുന്നത് ഞങ്ങൾ അടയാളപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ ഭൗതിക കണക്ടിവിറ്റി, ഊർജ്ജ സുരക്ഷ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെ പ്രധാന മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിലുള്ള നിലനിൽക്കുന്നതുമായ ബഹുമുഖവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് സന്ദർശനം ലക്ഷ്യമിടുന്നതെന്ന് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.